കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പാഴൂർ പെരുന്തൃക്കോവിലിനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട ശേഷം ഈ രണ്ടാം ഭാഗം കാണുക. പിറ്റേ ദിവസം നമ്പൂതിരിയെ ജീവനോടെ കണ്ട കണിയാർ വളരെയധികം അതിശയിച്ചുപോയി. നമ്പൂതിരിയോട് ചോദിച്ചു, ഇന്നലെ ഇവിടെ നിന്നും എഴുന്നള്ളിയതിനു ശേഷം തിരുമനസ്സുകൊണ്ട് എന്തോ വലുതായ ഒരു പുണ്യകർമ്മം ചെയ്യുകയുണ്ടായല്ലോ, അതെന്താണ് എന്ന്. നമ്പൂതിരി പറഞ്ഞു, ഞാൻ വിശേഷിച്ചൊന്നും ചെയ്യുകയുണ്ടായില്ലല്ലോ. ഇവിടെ നിന്നും പോയിട്ട് പുഴയിൽ ഇറങ്ങി കുളിച്ച് സന്ധ്യാവന്ദനവും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ കയറി ശിവദർശനവും കഴിച്ചതിന് ശേഷം മറ്റൊരു നമ്പൂതിരിയുടെ ഇല്ലത്ത് ചെന്ന് അത്താഴവും കഴിച്ചു കിടന്നതേയുള്ളൂ. ഇന്ന് നേരത്തെ എണീറ്റ് കുളിയും നിത്യകർമ്മവും ശിവദർശനവും കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അല്ലാതെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ കണിയാർ പറഞ്ഞു, ഇതുകൊണ്ട് മതിയായില്ല തിരുമേനി. ദേഹം കൊണ്ടല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഇന്നലെ വലുതായ എന്തോ ഒരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്. നമ്പൂതിരി പറഞ്ഞു, മനസ്സുകൊണ്ട് ഒരു കാര്യം ഇന്നലെ ചെയ്യുകയുണ്ടായി. അതെന്തെന്ന് പറയാം. ഇവിടെയുള്ള പെരുന്തൃക്കോവിൽ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് നനഞ്ഞൊലിച്ചു കിടക്കുന്നത് കണ്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല. അതിനാൽ താമസിയാതെ ഈ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യിച്ചേക്കാമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തിയിരുന്നു. അതിനു വേണ്ടുന്ന സ്വത്ത് ഭഗവാൻ എനിക്ക് തന്നിട്ടുമുണ്ട്. എനിക്ക് അതൊരു അസാധ്യകാര്യമായി തോന്നിയില്ല. കണിയാർ പറഞ്ഞു, മതി, ധാരാളമായി. അവിടേക്ക് ജാതകം എഴുതി തന്ന ജ്യോത്സ്യൻ ഒട്ടും നിസാരനല്ല. അവിടുന്ന് ഇന്നലെ മരിക്കേണ്ടതായിരുന്നു. ശിവദർശനം കഴിക്കാൻ സംഗതിയാകുകയും ശിവക്ഷേത്രം പണിയിക്കാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങ് മരിക്കാഞ്ഞത്. നിശ്ചയിച്ചിട്ടുള്ളതുപോലെ ആ ക്ഷേത്രം പണി ഉടനെ നടത്തിച്ചാൽ 100 വയസ്സുവരെ അവിടേക്ക് മരണം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം നിശ്ചയമാണ്. ഇനി ജാതകം പരിശോധിക്കുകയൊന്നും വേണ്ട. കണിയാരുടെ ഈ വാക്കു കേട്ടപ്പോൾ നമ്പൂതിരിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. പാഴൂർ കണിയാരെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ടായിരുന്നതിനാൽ പിന്നെ ഒട്ടും സംശയിക്കാതെ കണിയാരോട് യാത്രയും പറഞ്ഞ് സ്വദേശത്തേക്ക് അദ്ദേഹം പോകുകയും അധികം താമസിയാതെ ക്ഷേത്രം പണിക്ക് വേണ്ടുന്ന എല്ലാ പണച്ചെലവുകളും അദ്ദേഹം വഹിക്കുകയും ചെയ്തു. കണക്കിൽ ഒരല്പം വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹം പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം പണിയിപ്പിച്ചത് വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ്. ആ ക്ഷേത്രം പിന്നെയും കാലാന്തരത്തിൽ ഊരാളന്മാർ ജീർണോദ്ധാരണ പ്രവർത്തനം ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും മാതൃകയിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഇപ്പോഴും അത് വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ മാതൃകയിൽ ആ അമ്പലം പണി കഴിപ്പിച്ച നമ്പൂതിരി മരിച്ചത് 100 വയസ്സ് തികഞ്ഞതിൽ പിന്നെയാണത്രേ. പെരുന്തൃക്കോവിലിനെ കുറിച്ചുള്ള കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.